വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജൗവരി കൊണ്ട് ഒരു നല്ലൊരു കിച്ചടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാബുദാന കിച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 250 ഗ്രാം ജൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ആദ്യം നമുക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിത്തെ സ്റ്റാർച്ച് എല്ലാം പോകുന്നവരെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം. എന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കിച്ചടി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ജൗവരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ അമർത്തി നോക്കുന്ന സമയത്ത് നല്ല പോലെ ഇതുപോലെ വരും. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിയിട്ടുണ്ട്. സാബുദാന കിച്ചടി നെയ്യിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് കടലയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് തോല് കളഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഒരു 4 കാഷ്യൂ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് കാഷ്യൂ ആണ്, എന്നാലും ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് മുറിച്ചെടുത്തതാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്. അതിനോടൊപ്പം 1 കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മൾ ഉപ്പിട്ട ശേഷമാണ് നമ്മൾ അടച്ചു വെച്ചത്. ഉരുളക്കിഴങ്ങിലെല്ലാം ഉപ്പൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചത്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ജൗവരി ഇതിലേക്ക് ചേർത്താം. അപ്പോൾ നമ്മൾ ജൗവരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാബുദാനയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്താം. ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ട ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ അത് കണക്കാക്കി വേണം ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെയ്യ് കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒന്ന് തക്കാളി നെയ്യിലൊന്ന് വതക്കി ഇതിലേക്ക് ചേർത്തുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ്. കണ്ടോ, ചിലതെല്ലാം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരണം. അതിനുശേഷമാണ് നമ്മൾ ഓഫാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കടലയും കാഷ്യൂം ഇതിലേക്ക് ചേർത്താം. 1/2 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തി നല്ല പോലെ ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫാക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈ സാബുദാന കിച്ചടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.